ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവിന്റെ കേന്ദ്രം. ചെമ്മണ്ണാർ ഗ്രാമത്തിന്റെ തിലകക്കുറി. പാഠ്യേതര രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് സെന്റ് സേവിയേഴ്സ് സ്കൂൾ ഇന്ന് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നായി മാറിയിരിക്കുന്നു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം രക്ഷാധികാരിയായ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെയും വിദ്യാഭ്യാസ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജോർജ് തകിടിയേലിന്റെയും സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മാത്യു ചെറുപറമ്പലിന്റെയും അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ മനു മേനാന്തുണ്ടത്തിലിന്റെയും നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും മാറ്റത്തിന്റെ വലിയ ചാലകശക്തിയായി നിലകൊള്ളുന്നു. ഈ അവസരത്തിൽ കഴിഞ്ഞ 4 വർഷങ്ങൾ ഈ സ്കൂളിന്റെ മാനേജരായിരുന്നുകൊണ്ട് സ്കൂളിന്റെ പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിച്ച റവറന്റ് ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിലിനെയും ഫാദർ സിറിയക്ക് മാത്തൂരച്ചനെയും നന്ദിയോടെ സ്മരിക്കുന്നു. 2019 മെയ് മാസം 18-ാം തീയതി സ്കൂളിന്റെ പുതിയ മാനേജരായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട ചെറുപറമ്പിലച്ചൻ കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ചെലുത്തുന്ന ശ്രദ്ധയും താല്പര്യവും ഏറെ വലുതാണ്. കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി 7ാമത് ഒരു സ്കൂൾ ബസ് കൂടി വാങ്ങുവാൻ മാനേജ്മെന്റ് മുൻകൈയെടുക്കുകയുണ്ടായി. ദൂരസ്ഥലങ്ങളിൽ നിന്നും അതിരാവിലെ പുറപ്പെട്ട് സ്കൂളിലെത്തുന്ന കുട്ടികൾക്കായി മൈറ്റി എന്ന പേരിൽ ഒരു ലഘു ഭക്ഷണശാല ആരംഭിച്ചതും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തിന് മറ്റൊരു ഉദാഹരണമാണ്. ഈ അധ്യയന വർഷത്തിൽ 61 അധ്യാപകരും 7 അനധ്യാപകരും ഉൾപ്പെടെ 68 പേർ ഈ സ്കൂളിൽ സേവനം അനുഷ്ഠിക്കുന്നു. പ്രിൻസിപ്പാൾ ഡോക്ടർ ലാലു തോമസ്, ഹെഡ്മാസ്റ്റർ ജോസഫ് ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെ ഈ വിദ്യാലയത്തിന്റെ ഉന്നമനത്തിനും സൽകീർത്തിക്കുമായി പ്രയത്നിക്കുന്നു. ജൂൺ മാസം 6-ാം തീയതി തന്നെ +1, +2 ക്ലാസുകൾ ആരംഭിച്ചു. പ്രവേശനോത്സവത്തോടെ അധ്യയന വർഷം ആരംഭിക്കുകയും കഴിഞ്ഞ പൊതുപരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 16 കുട്ടികൾക്ക് ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിക്കുകയും ചെയ്തു. കഴിഞ്ഞ പൊതുപരീക്ഷയിൽ 98% വിജയം നേടിക്കൊണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം ഇടുക്കി രൂപതയിൽ 2ാം സ്ഥാനവും ജില്ലയിൽ 7ാം സ്ഥാനവും കരസ്ഥമാക്കി. സയൻസ്, ഹോം സയൻസ്, കൊമേഴ്സ് ബാച്ചുകളിൽ 100% വിജയവും ഹ്യൂമാനിറ്റീസിൽ 93% വിജയവും നേടുവാൻ കഴിഞ്ഞു. 16 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കി. ഈ അധ്യയന വർഷാരംഭത്തിൽ തന്നെ സുശക്തമായ ഒരു PTA എക്സിക്യൂട്ടീവ് രൂപീകരിക്കപ്പെട്ടു. ശ്രീ ഡാൻഡിസ് കാഞ്ഞിരത്തിങ്കൽ പ്രസിഡന്റായും ശ്രീ ഷാജി തയ്യൽ വൈസ് പ്രസിഡന്റായും ശ്രീമതി സോളി ബിജു MBTA പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം നടത്തിയ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും കുട്ടികളെ ഇലക്ട്രോണിക് വോട്ടിംഗ് രീതികൾ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. സ്കൂൾ ചെയർപേഴ്സണായി അന്നു മരിയ മാത്യുവും വൈസ് ചെയർമാനായി ആന്റണി സണ്ണി, സെക്രട്ടറിയായി ലിൻസി സണ്ണി, ജോയിന്റ് സെക്രട്ടറിയായി അലസ്റ്റിൻ റെജിസൺ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ സ്കൂൾ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. ഏറ്റവും മികച്ച സ്കൂൾ ലൈബ്രറിക്കുള്ള മാതൃഭൂമി നന്മ അവാർഡ് ലഭിച്ചു. ഈ ലൈബ്രറി വിവിധങ്ങളായ 10ഓളം ദിനപത്രങ്ങളാലും 20ഓളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളാലും 5000ഓളം പുസ്തകങ്ങളാലും സമ്പന്നമാണ്. വായനാ ദിനത്തോടനുബന്ധിച്ച് ഉടുമ്പൻചോല പൊതു വായനശാല പെയിന്റ് ചെയ്ത് മോടിയാക്കിയതും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കായി റീഡിംഗ് കോർണർ സ്ഥാപിച്ചതും പെൺകുട്ടികൾക്ക് മാത്രമായി മലാല റീഡിംഗ് കോർണർ സ്ഥാപിച്ചതും ലൈബ്രറിയുടെ എടുത്തു പറയാനാവുന്ന ചില പ്രവർത്തനങ്ങളാണ്. നാഷണൽ സർവീസ് സ്കീമിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ലീവാമല സെന്റ് ബെനഡിക്ട് സ്കൂളിൽ വെച്ച് ഗാന്ധി സ്മൃതി അറ്റ് 150 എന്ന പേരിൽ നടത്തിയ സപ്തദിന ക്യാമ്പാണ്. കുട്ടികളിൽ സാമൂഹ്യ പ്രതിബദ്ധതയും സേവന മനോഭാവവും വളർത്തിയെടുക്കുവാൻ ഉതകുന്ന അനവധി പ്രവർത്തനങ്ങൾ NSS ഈ വർഷം നടപ്പാക്കുകയുണ്ടായി. അംഗനവാടികളുടെ നവീകരണം, പ്രളയ ദുരിതബാധിതർക്ക് സഹായം, തുണിസഞ്ചികളുടെ നിർമ്മാണം, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, അഗതി മന്ദിരങ്ങളിൽ സന്ദർശനം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന ഹരിതചോല പദ്ധതിയിലും NSS പങ്കാളിത്തം വഹിക്കുന്നു.
നെടുങ്കണ്ടം NCC ബറ്റാലിയന് കീഴിലെ ഏറ്റവും വലിയ NCC യൂണിറ്റാണ് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. ജൂനിയർ സീനിയർ ഡിവിഷനുകളിലായി 208 കേഡറ്റുകളാണുള്ളത്. നീലഗിരിയിൽ നടന്ന നാഷണൽ ട്രക്കിംഗ് ക്യാമ്പിലേക്ക് അഞ്ജലി റിജിയും ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിൽ നടന്ന നാഷണൽ ക്യാമ്പിലേക്ക് റോഷന റോയിയും ആൽവിൻ ബിജു, ദിവിൻ കുമാർ, അതുൽ റോയി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രളയത്തിൽ തകർന്ന റോഡുകൾ നവീകരിച്ചും സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളിത്തം വഹിച്ചും NCC കേഡറ്റുകൾ സമൂഹത്തിന് മാതൃകയാകുന്നു. സ്കൂളിലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പ്രവർത്തനങ്ങളും ഏറെ ശ്ലാഘനീയമാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, പേപ്പർ ബാഗുകളുടെയും തുണി ബാഗുകളുടെയും നിർമ്മാണം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗതി മന്ദിര സന്ദർശനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ മൂല്യബോധവും സാമൂഹ്യ ബോധവും വളർത്തുന്നതിൽ ഏറെ പങ്കാണ് വഹിക്കുന്നത്. സംഘടന നടപ്പാക്കിയ ഫുഡ് ഫെസ്റ്റ് ഫോർ നാഷണൽ ഇന്റഗ്രേഷൻ എന്ന പരിപാടി ശ്രദ്ധേയമായി. സ്കൂളിലെ KCSL, ജീസസ് യൂത്ത് തുടങ്ങിയ സംഘടനകൾ കുട്ടികളിൽ ആധ്യാത്മിക ചൈതന്യവും സേവന തൽപരതയും വളർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ക്യാൻസർ രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതിയാണ് കനിവ്. ഈ പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം ചങ്ങനാശ്ശേരി സർഗക്ഷേത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ചേർന്ന് നിർധനരായ ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി 37 പെൺകുട്ടികളും 2 അധ്യാപികമാരും തങ്ങളുടെ മുടി മുറിച്ചു നൽകി സമൂഹത്തിന് മാതൃകയായി. ഇടുക്കി രൂപത അടിസ്ഥാനത്തിൽ നടത്തിയ മത്സരങ്ങളിൽ സ്കൂളിനെ 1ാം സ്ഥാനത്ത് എത്തിക്കുവാനും KCSLന് കഴിഞ്ഞു എന്നത് ഏറെ പ്രശംസനീയമായ കാര്യമാണ്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കാൻ നിരവധി പ്രവർത്തനങ്ങളാണ് ലഹരി വിരുദ്ധ ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടപ്പാക്കിയത്. ലഹരി വിരുദ്ധ സെമിനാറുകൾ, പ്രദർശനങ്ങൾ, ലഹരി വിരുദ്ധ റാലികൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ലഹരിക്കെതിരെ ഒരു മരം പദ്ധതിയുടെ ഉദ്ഘാടനവും ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ TG ടോം നിർവഹിച്ചു. മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മാതൃഭൂമി സീഡ് ക്ലബ്ബ് സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ചെമ്മണ്ണാറിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുവാൻ ആരംഭിച്ച എന്റെ ചെമ്മണ്ണാർ സുന്ദര ചെമ്മണ്ണാർ, ഒരു വീട്ടിൽ ഒരു തുണിസഞ്ചി തുടങ്ങിയ പദ്ധതികൾ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. കൂടാതെ ക്ലബ്ബ് നേതൃത്വം നൽകിയ ഫ്രൂട്ട് ഫെസ്റ്റ്, ബനാന ഫെസ്റ്റ്, വാട്ടർ ബെൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഏറെ പ്രശംസനീയമായിരുന്നു. ക്ലബിന്റെ മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മാതൃഭൂമി നന്മ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി ഈ സ്കൂളിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത റെനി ജോസഫ് ടീച്ചറിന് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച നന്മ കോർഡിനേറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു. അസാപ് കരിയർ ഗൈഡൻസ്, സൗഹൃദ ക്ലബ്ബ്, ED ക്ലബ്ബ്, ടൂറിസം ക്ലബ്ബ്, ചാരിറ്റി ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ തൊഴിൽ നൈപുണ്യം വളർത്തുന്നതിനും ഉന്നത പഠന മേഖലകളെ പരിചയപ്പെടുത്തുന്നതിനും കൗമാര പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും സംരംഭകത്വ ശീലം വളർത്തുന്നതിനും ആരോഗ്യശീലങ്ങൾ അഭ്യസിക്കുന്നതിനും കുട്ടികളെ വളരെയേറെ സഹായിക്കുന്നു. ഈ വർഷം നടന്ന നെടുങ്കണ്ടം ഉപജില്ലാ ശാസ്ത്രമേളയിൽ IT, മാത്സ്, വർക്ക് എക്സ്പീരിയൻസ് എന്നിവയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ കരസ്ഥമാക്കി. സോഷ്യൽ സയൻസ് എന്നിവയിൽ സ്കൂൾ റണ്ണറപ്പ് ആവുകയും ചെയ്തു. കരിമണ്ണൂരിൽ നടന്ന ഇടുക്കി ജില്ലാ ഗണിതശാസ്ത്രമേളയിൽ 63 പോയിന്റുകൾ നേടി തുടർച്ചയായി 5ാം വർഷവും സ്കൂൾ ഓവറോൾ നിലനിർത്തി. സംസ്ഥാനതല ഗണിതശാസ്ത്രമേളയിൽ അലൻ ബെന്നി, ജോബിൻ MS, ആഷ്ബിൻ ബെന്നി എന്നിവരും പ്രവൃത്തി പരിചയമേളയിൽ അയനപ്രഭയും പങ്കെടുത്ത് ഗ്രേസ് മാർക്കിന് അർഹരായി. നമ്മുടെ സ്കൂളിൽ വെച്ച് മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഉപജില്ലാ കലോത്സവത്തിൽ 180 പോയിന്റോടെ ഹയർ സെക്കൻഡറി 1ാം സ്ഥാനം കരസ്ഥമാക്കി. അഭിനന്ദ് ഷാജൻ, ആൻവിയ മാത്യു എന്നിവർ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത് ഗ്രേസ് മാർക്കിന് അർഹരായി. നെടുങ്കണ്ടം ഉപജില്ലാ കായികമേളയിൽ 277 പോയിന്റ് നേടി 9ാം വർഷവും സ്കൂൾ 1ാം സ്ഥാനത്തെത്തി. ആഷിൻ വിൻസെന്റ്, ഉണ്ണിമായ ബിജു, ഡെല്ല ടോമി, ഹരികൃഷ്ണൻ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയിൽ 41 പോയിന്റ് നേടി സ്കൂൾ 4ാം സ്ഥാനം നേടി. 12 കുട്ടികൾ കണ്ണൂരിൽ നടന്ന സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്തു.
സംസ്ഥാന ജൂനിയർ സീനിയർ വിഭാഗം ഹോക്കിയിലും സംസ്ഥാന ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിലും കുട്ടികൾ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കി. ഇടുക്കി ജില്ലാ ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പിൽ 3 കുട്ടികൾ സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഓണം, ക്രിസ്മസ്, സെന്റ് സേവിയേഴ്സ് ഡേ, ഗാന്ധി ജയന്തി തുടങ്ങിയ എല്ലാ ദിനാചരണങ്ങളും വ്യത്യസ്തമായ പരിപാടികളോടെ ആകർഷകമാക്കാൻ സ്കൂൾ എന്നും മുൻപന്തിയിലാണ്. സെവേരിയൻ എന്ന പേരിൽ സ്കൂൾ പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ സ്കൂൾ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ്. സ്കൂളിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഇടുക്കി രൂപതയിലെ ഏറ്റവും മികച്ച 3ാമത്തെ സ്കൂളായി കഴിഞ്ഞ വർഷം സെന്റ് സേവിയേഴ്സ് തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഏറ്റവും മികച്ച 2ാമത്തെ ഹൈസ്കൂളിനുള്ള പുരസ്കാരവും നമ്മുടെ സ്കൂൾ തന്നെ നേടിയെടുത്തു എന്നത് അഭിമാനത്തോടെ ഓർക്കുന്നു. ഈ അവസരത്തിൽ സ്കൂളിന്റെ നാനാവിധ പുരോഗതിക്കും ഉന്നമനത്തിനുമായി ഒരു മനസ്സോടെ പ്രയത്നിക്കുന്ന മാനേജ്മെന്റിനും അധ്യാപക അനധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ജനപ്രതിനിധികൾക്കും എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും നന്ദി അർപ്പിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ നാൾ വഴികളിൽ അക്ഷര വെളിച്ചം ചൊരിഞ്ഞ് കടന്നുപോയവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മധ്യസ്ഥതയാൽ ഈ വിദ്യാലയം എന്നും അറിവിന്റെ പൊൻവിളക്കായി പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.